ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മളെ വീട്ടിൽ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മൾ മോമോസ് എങ്ങനെ തയ്യാറാക്കുക എന്നിട്ടോ കാണിക്കാൻ പോകുന്നത്. രണ്ട് വിധത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട്, ഫ്രൈ ചെയ്തിട്ടും അതുപോലെ തന്നെ സ്റ്റീം ചെയ്തിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ സാധാ പത്തിരിക്ക് ചെയ്യുന്ന പോലെ നമ്മൾ കുറച്ച് മൈദ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നൊരു 5 മിനിറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചിക്കൻ ഒന്ന് ചതച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പാന് ചൂടാക്കിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ച് ചേർക്കാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ അതാ നമ്മൾ സവാള ചേർക്കാണ്. അതും നന്നായി പൊടിയായിട്ട് അരിയണം കേട്ടോ, ചെറുതാക്കിയിട്ട് അരിയണം. എന്നിട്ട് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതാ നമ്മൾ ഈ ചതച്ച ചിക്കനാണ് കേട്ടോ ചേർക്കുന്നത്. ഈ ചിക്കൻ വേണമെങ്കിൽ ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്കിപ്പം സാധാ നമ്മൾ വേവിക്കാതെ ഗ്രൈൻഡ് ചെയ്തിട്ട് പിന്നെ വേവിച്ചെടുക്കണതാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റും നല്ലതായിട്ട് തോന്നിയത് കേട്ടോ. നമുക്ക് ഏത് രീതിയിലും സ്വീകരിക്കാം. പിന്നെ അത് അതിലേക്ക് നമ്മൾ ഉപ്പ്, കുരുമുളക് പൊടി ഇത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനൊക്കെ വെന്തെന്ന് അറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് ഓഫാക്കി വെക്കാം. അപ്പോഴേക്കും നമുക്കത് ചൂടാവണ ആ ടൈമിൽ നമ്മളിതാ പത്തിരി പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറുതാക്കിയിട്ട് സാധാ നമ്മൾ പത്തിരി പരത്തി എടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് വലിപ്പത്തിന് ആവശ്യമില്ല, ഓവർ വലിപ്പമില്ല, ഒരു മീഡിയം വലിപ്പം മതി കേട്ടോ. ഈ ഒരു കാണുന്ന വലിപ്പം മതി. പിന്നെ ദാ ഈ ഫില്ലിങ്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. നമ്മളിത് മടക്കാൻ സിമ്പിളാണ്. ജസ്റ്റ് ഒരു ഞൊറിയായിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. സിമ്പിളായിട്ട് തന്നെ മടക്കാൻ കഴിയും. അപ്പം നമ്മളിത് പല പല ഷേപ്പ് വരാൻ കാരണം എല്ലാവരും മടക്കിയിട്ടുണ്ട്. അപ്പം സിസ്റ്റർ മോനൊക്കെ അവനക്കൊക്കെ മടക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഒരു ഞെറിവെടുത്ത് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റീം ചെയ്തിട്ടും ഫ്രൈ ചെയ്തിട്ടും രണ്ട് രീതിയിൽ ചെയ്യണ്ടേ. ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, എല്ലാവർക്കും ഇവിടെ ഇഷ്ടം ഫ്രൈ ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു 4-5 നമ്മൾ സ്റ്റീം ചെയ്തിട്ടും ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ സ്റ്റീം ചെയ്തെടുക്കുക. ബാക്കിയുള്ളത് നമ്മളിതാ ഇതുപോലെ എണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ലോണമൊന്നും പൊരിയിക്കണില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ മസാല ഒക്കെ നമ്മൾ വേവിച്ചതാണല്ലോ. പിന്നെ ഇതിൻ്റെ പുറമേ ഉള്ളത് മാത്രമേ ഒന്ന് ഈ ഒരു പത്തിരി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തെടുക്കാനുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ രണ്ട് രീതിക്കും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ. അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സെയിം നമ്മൾ ആ ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്.